ഇന്ന് നമ്മുടെ നാട്ടിലൊരു കിടിലൻ ലോഫ്റ്റ് കാണാൻ വേണ്ടി വന്നതാണ്. ലോഫ്റ്റിന്റെ ഉടമയുടെ പേര് ഉമ്മർ എന്നാണ്. എൻ്റെ ഈ പുറകിൽ കാണുന്നതാണ് ആ ലോഫ്റ്റ്. നമുക്ക് ഇവിടുത്തെ പ്രാവുകളെയും ഉമ്മർക്കാനെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ഉമ്മർക്ക. ഉമ്മർക്ക ഉമ്മർക്കയുടെ പ്രാവുകളെ കാണാൻ വേണ്ടി വന്നതാണ്. ഉമ്മർക്കയുടെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. പലകക്കൂടാണ് കാണുന്നത്. ഉമ്മർക്ക് എത്ര അല്ലേ ഈ പ്രാവ് ഫീൽഡില്? ചുരുങ്ങിയത് ഒരു 35 വർഷമുണ്ട്. കുറച്ചൊരു 10-20 വർഷം ഒഴിവാക്കി. അതിനുശേഷം ഇപ്പൊ രണ്ടാമത് വളർത്തിയിട്ട് ഇപ്പൊ 10 വർഷം. ഏതൊക്കെ ടൈപ്പിലുള്ള പ്രാവുകളുണ്ട് ഇവിടെ? പറഞ്ഞു കഴിഞ്ഞാൽ 10 ലൈനേജ് പ്രാവുണ്ട്. 10 ലൈനേജ്. ഏതൊക്കെ ലൈനേജാ? സബ്ജ വഴി, വെള്ള വഴി, ജാക്പിരി വഴി, അങ്ങനെയാണ് 10 ലൈനേജുള്ള പ്രാവുകൾ. അതിന്റെ കുഞ്ഞുങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. 12 മണിക്കൂർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറപ്പിച്ചത് എന്റെ മകനാണ്. 12 മണിക്കൂർ പറപ്പിച്ചത്. ആളുണ്ട് അവിടെ? ആളില്ല, ആള് ഗൾഫിലാണ്. പേരെന്താ മകന്റെ? അവന്റെ പേര് റിൻഷാദ്. മക്കളൊക്കെ എത്ര? ഒരു പെൺകുട്ടി, ഒരു ആൺകുട്ടി. വീട്ടുകാരൊക്കെ സപ്പോർട്ട് ഉണ്ട്? എല്ലാവരും സപ്പോർട്ടിംഗ് ആണ്. എല്ലാവരും ഫുൾ സപ്പോർട്ടിംഗ് ആണ്. അപ്പൊ പ്രാവുകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ. നമുക്ക് ആദ്യമായിട്ട് ആ സബ്ജ ലൈനേജും അങ്ങനെ പ്രാവ് ഇതൊന്ന് കൂടെ നെറ്റ് അടച്ചോളാം. പ്രാവ് ചാടിപ്പോണ്ടാവും. അപ്പൊ നല്ലൊരു ലോഫ്റ്റ്, നല്ല നീറ്റ് ആയിട്ട് പ്രാവുകളെ വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. നല്ല ഗംഭീര കുഞ്ഞുങ്ങളാണ്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് കാണുന്നത് സബ്ജ. 13 മണിക്കൂർ പറഞ്ഞ പ്രാവാ ഇതില്ലേ? 13 മണിക്കൂർ ഇവിടെ പറന്നിറങ്ങിയ പ്രാവാണ്. നല്ല കട്ട തമിഴ്നാട് പ്രാവാണ്. തമിഴ്നാട് പ്രാവ്. ഈ പ്രാവിനെ അടുത്തുനിന്ന് കാണാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കൂടെ പറഞ്ഞത് ആള് ചാടിപ്പോയി. എന്നാലും നമ്മുടെ വീഡിയോയിൽ ഉണ്ട് ഈ പ്രാവ്. ഇതാണ് ജാക്കിപ്പിരി വഴിയുണ്ട്. ഇത് കാല് റിംഗ് ആക്കി ഇട്ടുകൊടുത്തിട്ടുണ്ടല്ലോ. റിംഗ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ റിംഗ് തന്നെയല്ലേ? നമ്മുടെ റിംഗ് തന്നെ. ഇനി ഇതിൽ തന്നെ വേറെ ലൈന് കാണിച്ചു തരുമോ? ഇതേ ലൈനിൽ പറയുന്നുണ്ട്. ജാക്പിരി തന്നെയാ? ജാക്പിരി അല്ല, വേറെ വഴിയാണ്. ജാക്പിരി വഴിയിൽ കുഞ്ചേ കിട്ടുന്നില്ല, അപൂർവത്തിലേക്ക്. ജാക്പിരിയിൽ വേറെ ലൈന് കാണിച്ചു തരും. നമുക്ക് ഇതാണ് ജാക്പിരിയുടെ മെയിൻ ലൈനേജ് അല്ലേ? ഈ പ്രാവ് കരിങ്കണ്ണ് കഴിക്കാല്ലേ പ്രാവ്? ഇതൊന്ന് കാണിച്ചു തരും, തുറന്ന് കാണിച്ചു തരും. ചാടുന്നുണ്ട്. ഇതൊക്കെയാണ് ജാക്പിരിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് എത്ര പ്രായം ഉമ്മർക്ക? ഇത് 8 വയസ്സ്. ഇത് കൊണ്ടുവന്ന പ്രാവാണോ അതോ? അല്ല, ഇവിടെ കുഞ്ഞ് വിരിച്ചിറക്കിയതാണ്. രണ്ടും? രണ്ടും. ഇത് കണ്ണ് കരിങ്കണ്ണ അതോ? കരിങ്കണ്ണ്. നല്ല വെറൈറ്റി. അത് മറ്റേ പട്ട വന്നിട്ട് കരിങ്കണ്ണ പട്ടയാണ്. കരിങ്കണ്ണ പട്ട. ഇതാണ് ഇവിടുത്തെ ജാക്കിപ്പിരി ലൈനേജ്, മെയിൻ ലൈനേജ്. അതൊക്കെ അതിൽ പെട്ടാ തോന്നുന്നുണ്ട്. അത് വെള്ളയിലേക്കല്ലേ കുഞ്ഞ്? വെള്ളയിലാണ് കുഞ്ഞ് വരുന്നത് അല്ലേ? അപ്പൊ ഇതിന്റെ തന്നെയാണ് കുഞ്ഞ് ആ കുഞ്ഞ് വരുന്നത്. അതൊന്ന് ഒന്നുകൂടി കാണാം. ഇതാണ് ഇപ്പൊ ലൈന് പ്രാവ്. ഇത് ആ പ്രാവിന്റെ ഒരു ലൈനേജ്. ഇതാണ് നമ്മുടെ സബ്ജ, വലിയ സബ്ജാണ് ഇവിടെ തന്നെ വേറെ സബ്ജകളുണ്ട്. നല്ല ഷിവറിങ് ആയിട്ടുള്ള പ്രാവാണ് ഉമ്മർക്ക. ഇതൊക്കെ മെയിൽ പ്രാവാണ് അല്ലെ? പ്രാവുകളെ പ്രത്യേകമായിട്ട് പ്രാവ്. ഇത് നമ്മുടെ ഒരു മഞ്ഞക്കാവൂരാണ്. 12 മണിക്കൂർ പറഞ്ഞ ആളുടെ മകനാണ്. മകനല്ലേ? അത് 12 മണിക്കൂർ പറഞ്ഞ ആളുടെ മകനാണ്. അപ്പനും അമ്മയും അവിടെ തന്നെ. ഇതിന്റെ ജോഡികളൊക്കെ ഒന്ന് കാണിച്ചു തരും? ജോഡി കാണിച്ചു തരാം. അതിന്റെ ജോഡിയാണിത്. ഇതാണ് ജോഡികൾ ഉമ്മർക്ക. ഈ പ്രാവിലെ ഇതൊന്ന് കാണിച്ചു തരും. കൂടുതൽ ജോഡികളൊന്ന് കാണിച്ചു തരും. ചാടുന്നുണ്ട്. പക്ഷെ കുഞ്ചുകളൊക്കെ മാറി മാറിയിട്ടാണ് വരുന്നത്. ഇത് ഇതിന്റെ കുഞ്ഞ് തന്നെ? ഒറിജിനൽ കുഞ്ചാണ്. ഇതിനൊന്ന് പറഞ്ഞ് നോക്കട്ടെ ഈ പ്രാവിനെ. ഇത് കറക്റ്റ് ആയിട്ട് ഇതിന്റെ ജോഡി സെറ്റ് ചെയ്യാൻ ആരും ഉമ്മർക്ക? ഞാനാണ് സെറ്റ് ചെയ്തിരുന്നത്. 35 വർഷത്തെ എക്സ്പീരിയൻസ്. നല്ല ജോഡി സെലക്ഷൻ ആണ്. അതിൽ വന്നിട്ട് സബ്ജയിലൊരു കുഞ്ഞ്, അതൊരു കട്ടമൂക്കിലൊരാണും. ഇത് ഏതാ ഉമ്മർക്ക ലൈന്? ഇത് ലൈനേജ് പറഞ്ഞാൽ ഇവിടെ വിരിച്ചിറങ്ങിയതിന്റെ മകനാണ്. ഇതിന്റെ ഏട്ടം വന്നിട്ട് ഇവിടെ 10 മണിക്കൂർ പറഞ്ഞതാണ്. ഇത് ഞാൻ ഒരു ജോഡി കൊണ്ടുവന്നാണ്. ഇത് ഞാൻ പാലക്കാട് നിർത്താണ്. പാലക്കാട്. ഇല്ല, ഞാൻ കുഞ്ഞു എടുത്തില്ല. ഇത് ഇവിടുന്ന് ജാക്കരിന്ന് വാങ്ങിയാണ്. ഇതിന്റെ അപ്പനാണ് ഗണേശന്റെ ഉള്ളത്. ഇത് മകനാണ്. ഇതാണ് ആ കട്ടമുക്കൽ വെള്ളക്കനാണ്. നല്ലൊരു വഴി പ്രാവ്. ഇത് കുറച്ച് ഏജ് ഉള്ള പോലെ. അത് കോയമ്പത്തൂർ വഴി എടുത്ത പ്രാവാണ്. വാചകർപ്പാണ്. ഈ ആണ്ട പ്രത്യേകത നിങ്ങൾ കണ്ടോ? ഞാൻ ഒന്നും പറയില്ല. ഇതിന്റെ മൂക്ക് ജസ്റ്റ് 16 വയസ്സ് കഴിഞ്ഞു. ഇപ്പോഴും കരുവുണ്ട്. ഇതാ കുഞ്ഞി കിടക്കണോ? കുഞ്ഞി കിടക്കുന്ന പ്രാവ് 16 വയസ്സ് മേലെ ആയില്ലോ. ഞാൻ ഇപ്പൊ ഇവിടെ വെച്ചിട്ട് 10 വർഷമായി. ഈ ടെറസിന് മേലെ അല്ല, മൊത്തം ഇതിൽ വെച്ചിട്ട് 10 വർഷം മേലെ കഴിഞ്ഞു. 10 വർഷമായി. ഈ 35 വർഷത്തില് ഉമ്മർക്ക മറ്റേ നിർത്തിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഞാനൊരു 20 കൊല്ലം നിർത്തി. 20 കൊല്ലം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ നിന്ന് കുറെ പ്രാവുകൾ മോഷണം പോയി. ഒരു 10-66 പ്രാവും പോയ ശേഷം. എപ്പോഴാ? അത് ഒരു 20-25 വർഷം മുന്നേ.
25 വർഷം മുന്നേ കളവ് പോയി. ഇവിടെ തന്നെ ഈ വീട്ടിൽ തന്നെ പോയി. ഞങ്ങൾ ഒരു ഗ്യാങ് ആയിട്ട് ഒരു 5 പിള്ളേരും കൂടി വെച്ചതാണ്. അതിന് തമ്മിൽ തല്ലായി പിരിഞ്ഞ ശേഷം അവന് വേറെ ഒരാളുടെ ഒരു പ്രാവ് പിടിച്ചു, വലിയൊരു കൂട്ടുകാരൻ തന്നെ. അത് അപ്പൻ ഏതാണ് മകനേതാണെന്നുള്ള അറിയില്ല. എല്ലാ പ്രാവുകളും അവന്റെ പ്രാവാണെന്ന് പറയും. അവൻ ലാസ്റ്റ് വെട്ടാൻ വന്നു, വെട്ടുകൂടോളം കൊണ്ട് തന്നെ വെട്ടാൻ വേണ്ടി വന്നു. അത് കഴിഞ്ഞ ശേഷം വെട്ടുകൂടോളം കൊണ്ട് വന്ന് പിടിച്ച് ലാസ്റ്റ് പ്രാവിന് കൊടുത്തു. എന്റെ പ്രാവ് പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരു പ്രാവ് പിടിച്ചിട്ടില്ല പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു നിന്റെ പ്രാവ് കംപ്ലീറ്റ് അടിച്ചിട്ട് പോകും പറഞ്ഞു. നേരം പുറത്ത് നോക്കുമ്പോൾ എന്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും പ്രാവ് കംപ്ലീറ്റ് പ്രാവ് കാര്യമായി കൂടുതൽ. അങ്ങനെ ഒരു 3 പ്രാവ് കിട്ടി. ആ 3 പ്രാവ് എൻ്റെ ഒരു വേറെ വേണ്ടപ്പെട്ട ആളുടെ അവിടെ പോയി പറഞ്ഞു. അതിലൊരു ചാപ്പക്കാരിലെ ഒരു ആണുണ്ടായിരുന്നു. അതിലൊരു കുഞ്ച് 12 മണിക്കൂർ അവിടെ പറന്നിറങ്ങി ഞങ്ങളുടെ കണ്ണു മുന്നിലെ പറന്നിറങ്ങിയ പ്രാവാണ്. അങ്ങനെയുള്ള പരിചയം നമുക്ക് അത്ര ഉള്ള പരിചയം പ്രാവിനെ പറ്റിയിട്ട്. പിന്നെ വേറെ ഏത് കൂടുതൽ പോയി നമ്മളൊരു പ്രാവ് നോക്കിയാലും നമ്മൾ നല്ല പ്രാവാണെങ്കിൽ മാത്രമേ നമ്മൾ പിടിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു ഇഷ്ടമാണല്ലോ. എല്ലാവർക്കും ഓരോ ആൾക്കാർക്കും ഓരോ ലൈനേജ് പ്രാവാണ് നമ്മൾ നോക്കാറുള്ളത്. നമ്മുടെ ഈ ലോഫ്റ്റ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എവിടെയാണ്? ഇത് ഒലവക്കോട്ടിന്ന് റെയിൽവേ കോളനി പറഞ്ഞ സ്ഥലത്ത്, റെയിൽവേ സ്റ്റേഷന്റെ അവിടുന്ന് റെയിൽവേ ഹോസ്പിറ്റലിന്റെ പുറകിൽ ഒരു 3 കിലോമീറ്റർ ഉണ്ടാവും. അവിടെ മൊത്തം 4 കിലോമീറ്റർ ഇവിടെ എത്താൻ. ഇവിടെ സൈറ്റ് എത്താൻ 4 കിലോമീറ്റർ. റെയിൽവേ സ്റ്റേഷൻ 4 കിലോമീറ്റർ. 4 കിലോമീറ്റർ ഇല്ല, 3 കിലോമീറ്റർ ഉണ്ട്. ഈ കുഞ്ഞുങ്ങളൊക്കെ നല്ല ചൂടിന്റെ കുഞ്ഞുങ്ങളാണ്. ഇത് ഓട്ടാനുള്ളതൊക്കെ കല്ലി ഒഴിച്ചിട്ടില്ല. ചോദിക്കാറ് ഇപ്പൊ എടുത്ത വെറൈറ്റി കുഞ്ഞുങ്ങളാണ്. ഇത് ജോഡികളുടെ ഒക്കെയാണ് വെറൈറ്റി കുഞ്ഞുകൾ വരുന്നത്. എന്നാലും ആവശ്യക്കാർ ചോദിച്ചാല് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. കൊടുക്കാനേ ഇതാണ് ഇതിപ്പോ പറന്നിറങ്ങിയിട്ട് രാവിലെ വിട്ട പ്രാവായി ഉച്ചക്ക് വിട്ടതാണ്. ഒന്ന് ചിറ്റിക്കാൻ വേണ്ടിയിട്ട് പ്രാവ് ഇറങ്ങി കിട്ടില്ല എന്ന് വിചാരിച്ചതാണ്. ഇല്ല, ഇതാണ് വെളിയിൽ വിടുന്നതാണ്. ഇത് ഈ മഞ്ഞത് ഈ പ്രാവ് ഇത് സബ്ജാപ്പുള്ളിയാണോ അതോ അല്ല? ഇത് ഇതിന്റെ അപ്പം വന്നിട്ട് ഇറക്കർപ്പ് വലിയർപ്പാണ് ഇത്. പക്ഷെ അതിന്റെ മകന്റെ കുഞ്ചാണ് ഇത്, ഈ കണ്ണ്. പക്ഷെ ഇത് ഓടി ഇറങ്ങില്ല പറഞ്ഞിട്ട് ഞാൻ പോയി എന്ന് വിചാരിച്ചിട്ട് ഇതപ്പതാ 2.5 കല്ലി അതിൻ്റെ ഉള്ളൂ. അന്ന് തന്നെ ഇറങ്ങി രാവിലെ 12 മണിക്ക് ഞാൻ വിട്ടിട്ട് എത്രയായി കല്ലി എണ്ണിക്കോളം വന്നു. ഇതാ കല്ലിയാണ്. ഇതാ 1 2 3 4 5 6 അപ്പൊ 3 കല്ലിയിൽ വന്നിട്ട് 6 മണിക്ക് വന്ന് ഇറങ്ങിയ സാധനം ഗ്യാരണ്ടിയാണ്. നിലത്ത് ഇറങ്ങുന്ന സാധനം. നിലത്ത് ഇറങ്ങിയിട്ട് പ്രാവിന് ഞാൻ തുറന്നു വിട്ട പ്രാവിന് നോക്കുമ്പോഴേക്കും പ്രാവിന് കാണാൻ നോക്കിയോ, അതാ പിടിച്ചു നോക്കിയോ. പേര് ഉമ്മറാണ്. ഞാൻ റിങ് ഇടുന്നതാ, റിങ് ഇട്ടുണ്ട് ഫുള്ളാണ് ഗ്യാരണ്ടി. ഫോൺ നമ്പർ ഉണ്ട്, എല്ലാം ഉണ്ട്. അത് ഇതിന്റെ മകനാണ്. ഇതാണ് ലൈനേജ്. ലൈനേജ് ഒന്നുകൂടി കാണട്ടെ. ഈ പ്രാവിന്റെ ലൈനേജ് ആണ്. ഇങ്ങനെയുള്ള കളറിൽ അങ്ങനെ ഇട്ടതാണ്. ഞാൻ കളർ മാറ്റി എടുത്തതാണ്. അതാണ് ഇതിന്റെ കളർ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ലൈനേജ് വന്നിട്ട് സൂപ്പർ വഴി. ഇതാ അടുത്തത്. ഇതിനൊക്കെ ഫീമെയിൽ പിരിച്ചിട്ടിരിക്കുക. എല്ലാ ഫീമെയിലും പിരിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പെണ്ണുങ്ങളുണ്ട്. അപ്പൊ കുഞ്ഞെടുത്ത് കഴിഞ്ഞു. ഓക്കെ. അപ്പൊ നമുക്ക് വേറെയും പ്രാവ് കാണാം. ഈ കൂട്ടിലൊരു സബ്ജാപ്പുള്ളി പോലത്തെ ഒരു പ്രാവ്. ഇത് ഏതാ പ്രാവ്? ഇത് ഞാൻ വാങ്ങിട്ട് വന്ന പ്രാവാണ്. എന്റെ അവിടെ 12 മണിക്കൂർ വളർന്നുണ്ട് ഈ പ്രാവിലെ. ഇത് ജോഡിയിട്ടുണ്ട്. അതിന്റെ പട്ട വന്നിട്ട് സബ്ജാ പട്ടിയാണ്. ഇവിടെ ഉണ്ട് സബ്ജി 2 കുഞ്ചുകളെ സബ്ജിയിലെ കുഞ്ചുകൾ വീഴുള്ളൂ. പിന്നെ സബ്ജാ പുള്ളിയിൽ കുഞ്ചു വീണ്ടുണ്ട്. എന്റെ അവിടെ 12 മണിക്കൂർ 3.5 കല്ലിൽ 12 മണിക്കൂർ പറഞ്ഞാണ്. കൂട്ട് വന്നയും വിടുകയും ചെയ്താണ്, സെക്കൻഡ് അടിക്കുകയും ചെയ്താണ്. ഇത് ഞാൻ പാലക്കാട് നിന്ന് വാങ്ങിട്ട് വന്നതാണ്. ഇതാണ് മറ്റേ കല്യാണി വർഗത്തിന്റെ ഒരു പ്രാവ്. ഇതിന്റെ ഈ പ്രാവ് സംഭവം മറ്റേ നമുക്കിപ്പോ ഇങ്ങനെ ഈ പ്രാവിനെ ഇങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ പ്രാവിനൊരു വ്യത്യാസമുണ്ട്. അത് കല്യാണി വർഗ പ്രാവാണ്, കല്യാണി വർഗമാണ്. ഒറിജിനൽ കല്യാണി വർഗമാണ്. ഇത് ആര് വന്നാണ്? ഞാനും സുരിയും ബിബിനാട്ടിനും കൂടി പോയിട്ട് പാലക്കാട് നിന്ന് പിടിച്ചിട്ട് വന്നതാണ് ഈ പ്രാവ്. അപ്പൊ ഈ കൂട്ടിലുണ്ട് കല്യാണി പ്രാവ്, കരിങ്കണ്ണ്, വെള്ള നല്ല ഗംഭീര പ്രാവ്. ഇതിപ്പോ കുഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു കരിങ്കണ്ണ് ഫീമെയിലിനെ കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പ്രാവിനെ കാണുമ്പോൾ അതിൽ ചാടിപ്പോയി അവിടെ നിൽക്കുന്നുണ്ട്. കുറച്ച് വെറൈറ്റിയാണ് പ്രാവ്. അതിന്റെ ഒരു നൃത്തവും എല്ലാം കൂടിയിട്ട് നല്ല രസമുണ്ട്. ഇങ്ങനെയുണ്ട് പ്രാവ്. അതിന്റെ മകനുണ്ട് ദപ്പം അടുത്തുണ്ട് കുഞ്ച്. കുഞ്ചാണ്. കല്ലി കോഴിച്ചിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. കാറ്റല്ലിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ചെറിയൊരു ഷെയ്ഡ് ഇങ്ങനെ ബൂതിയാണ് അടിച്ചിട്ടുള്ളത്. ഇതാ കല്ലി കൊഴിച്ചിട്ടില്ല. കല്ലി കൊഴിയണോളൂ. പ്രാവിന്റെ സൈസ് ഒന്ന് കാണിച്ചു നോക്കട്ടെ. കല്ലി ഒഴിയാത്ത പ്രാവ്.
ഒരുപാട് ആഴ്ച ഒരു ദിവസം മാത്രം ഒരുപാട് ലോഫ്റ്റിൽ പോയിട്ട് കുറെ പ്രാവുകളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു കല്ലി ഒഴിയാത്തൊരു പ്രാവ് കയ്യിൽ നിൽക്കുന്നുണ്ട്. അത്രയും ഘാട്ട്, നല്ല ഘാട്ടാണ് പ്രാവിന്. അതുകൊണ്ടാണ് അത് ഇങ്ങനെ നിൽക്കുന്നത്. പ്രാവിനൊന്ന് ഉള്ളിൽ നിട്ട് കാണിച്ചത് ജസ്റ്റ് അതിനെ തന്നെ ഒന്ന് കാണാനാണ്. കല്ലി ഒഴിയാത്തൊരു പ്രാവ്, അതിന്റെ സൈസ് നോക്കാം. അങ്ങനെ ഓടി ഇതായ ആണ്ട, അയ്യോ ആ ആണ്ട കുഞ്ഞാണ്. ഇതൊക്കെ പറത്തി ഇറക്കാനാണ് ബുദ്ധിമുട്ട്. പിന്നെ കുഞ്ഞ് ബൂതിപ്പുള്ളി അടച്ച കുഞ്ഞ്, ബൂതി വഴിക്കുള്ള കുഞ്ചാണ്. ഇത് ഞാൻ കൊടുക്കാറില്ല. ഇത് ഞാൻ ഈ ഒരു ബൂതി വഴിക്ക് ടച്ച് കിട്ടിയ പ്രാവ് എനിക്കൊന്ന് കിട്ടണം പണ്ട് ഞാൻ പറയാം. ഇത് ബൂതി ടച്ചാണ്. ബൂതി വേറെ നമ്മളെ കത്തങ്ങയാണ്. വെള്ള വഴിക്കാണ്. ഇത് കല്യാണി വർഗത്തിന്റെ കുഞ്ചിന്റെ കുഞ്ചാണ്. ഇതിന്റെ അമ്മ വന്നിട്ട് ചോരക്കണ്ണാണ്. പെട്ടെന്ന് കുഞ്ചെടുത്തുകൊണ്ട് പിരിച്ചിട്ടതാണ്. ഫീമെയിലുകളൊക്കെയാണ് അതൊക്കെ. ഒരാളൊഴിയ ബാക്കിയെല്ലാം പട്ടകളാണ്. അത് കാണിക്കാം നമുക്ക്. അത് പിന്നെ ഉള്ളത് ഇതിപ്പോ നമ്മള് കാണിച്ചില്ലേ ആ കുഞ്ചിപ്പോ പറഞ്ഞ 3 കല്ലി കുഞ്ച് പറഞ്ഞില്ലേ, അതിന് താഴെയുള്ള കുഞ്ചാണ് ഇതൊരു കുഞ്ച്. വെള്ള വഴിക്ക് കുഞ്ച് എനിക്ക് കിട്ടാറില്ല. അതൊരു ആ ഒരു കുഞ്ച്. ഭയങ്കര ബേജാറ്. അത് ആളിനെ കാണാത്തത്. ഇതാണ് ഫീമെയിലുകൾ അല്ലേ? ഫീമെയിലുകൾ ഇത് കുറച്ച് ലൈറ്റിന്റെ പ്രശ്നമായതുകൊണ്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഈ മെയിൽ പ്രാവിനെ കണ്ടതിന്റെ ഒക്കെ ഫീമെയിലുകളാണ്. ഇതിനൊക്കെ നമുക്ക് തുറന്നു വിടുമ്പോ നല്ല അടുത്തുനിന്ന് കാണാം. ഉമർക്ക, ഇവിടെ മറ്റേ കരിപ്പാളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രാവനെ കാണിച്ചു. അതിന് ജോഡി എടുത്തിട്ടുണ്ടോ? കുഞ്ഞുങ്ങളുണ്ട്. അതേതാ കുഞ്ഞുങ്ങൾ? നല്ല ചിരിച്ചു കളിച്ചിട്ടാണ് കാണിച്ചത്. ഇത് സംഭവിച്ചില്ലേ, ഇത് കോൺഫിഡൻസ് അല്ല, അഹങ്കാരാണെന്ന് അറിയില്ലേ. അതിന്റെ കരിപ്പാളി ഫുൾ നെയിം എന്താ? കരിപ്പാളി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്ഥലത്തിന്റെ പേര് കരിപ്പാളി എന്നാണ്. പാലക്കാട് തന്നെയാണ്, നമ്മുടെ പാലക്കാട് ജില്ല തന്നെയാണ് കരിപ്പാളി പറഞ്ഞ സ്ഥലമാണ്. അവിടെ പോയിട്ട് കല്യാണി ഗാങ്ങിന്റെ കൂടെ പ്രാവ് വളർത്തിയ ആൾക്കാരാണ് ഈ ടീം, പഴയ ടീം. മൂപ്പര് പുറത്തുനിന്നൊക്കെ പ്രാവ് കൊണ്ടുവരും. അപ്പൊ ഞാനും ബിബിനാട്ടിനും കൂടി പോയിട്ട് എന്നെ കൊണ്ട് പറഞ്ഞു 2 പട്ട വേണം പറഞ്ഞു. ഈ 2 പട്ട വേണം പറഞ്ഞിട്ട് ഞാൻ വേറെ ഒരാളിനോട് പറഞ്ഞപ്പോ പറഞ്ഞു നീ ഇങ്ങനെ ഒരാളുടെ 2 പ്രാവ് നീ പോയിട്ട് ഞാൻ പറഞ്ഞതാണ് പറഞ്ഞിട്ട് ഒരു 3 പ്രാവ് ഞങ്ങൾ പോയിട്ട് പൈസയും കൊണ്ട് പോയിട്ട് 2 പ്രാവ് കുടിച്ചു. അപ്പോഴാണ് ഞാൻ പറഞ്ഞ പ്രാവ് വേണം പറഞ്ഞു. കരിപ്പാളി പോയപ്പോ അവിടെ ഒരു 15 വയസ്സായ ഒരാളുണ്ട് കട്ടമുഖയിൽ. ആ പ്രാവ് തരികയും പറഞ്ഞപ്പോ അയാൾ പ്രാവ് തരാൻ പറ്റില്ല. അവർ കരിപ്പാളി അല്ല 15 വയസ്സൊക്കെ ഉള്ള പ്രാവ് ചോദിക്കാം. ഞാൻ കുഞ്ചെടുക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോ അയാൾ പറഞ്ഞ ഒരു 7 വയസ്സ് എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു നമ്മളുടെ ഒരു പ്രാവിന്റെ അറിവ് കൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു 15 വയസ്സ് കാണും പറഞ്ഞു. അപ്പൊ ആ കുഞ്ചെടുത്ത് ഞാൻ തിരിച്ചു തരാൻ അവർക്ക് മൂപ്പര് പറഞ്ഞു അതിന് തരില്ല, എനിക്ക് വേറെ പ്രാവ് ഇതുവരെ വന്നതല്ലേ എന്ന് പറഞ്ഞാണ് വേറെ ഒരു പ്രാവ് തന്നത്. അങ്ങനെ ബിബിനാട്ടിനും അവിടെ പോയി കരിപ്പാളി എടുത്തിട്ടുണ്ട്, ഞാനും കൊടുത്തിട്ടുണ്ട്. ഒരു സംശയം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ അങ്ങനെ മെയിൻ കൂട്ടിൽ പോയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു പ്രാവിനെ നമ്മൾ ഞാൻ ചോദിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പോയിട്ട് ഏത് കൂടുതൽ പോയാലും ഒരു പ്രാവ് വളർത്തുകാരന്റെ എന്റെ ഗുണം ഞാൻ പറയാം, മറ്റുള്ള ഒരാളുടെ എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ പോയിട്ട് പോലെ ഇപ്പൊ അഭിലാഷിന്റെ വീട്ടിൽ വന്നിട്ടാണ് ഒരു പ്രാവ് കാണുകയാണെങ്കിൽ, പേര് പറയുന്നതിനോട് കുഴപ്പമില്ലല്ലോ. ഇല്ല, അഭിലാഷിന്റെ വീട്ടിലാണ് വന്ന് ഒരു പ്രാവ് പിടിക്കുകയാണെങ്കിൽ നല്ല റാവൽ നോക്കി 2.5 പിടിച്ചിട്ട് നല്ല രീതിയിൽ ചൊട്ടാൻ വരുള്ളൂ. അടുത്തൊരു പ്രാവ് വളർത്തുകാരന്റെ ഗുണം അതാണ്. എങ്ങനെയാണ് ഞാൻ ചോദിച്ചതല്ല, ഇപ്പൊ ഉമ്മർക്ക് പറഞ്ഞ അങ്ങനെ റെഡി. അപ്പൊ നമ്മള് അവരുടെ കൂട്ടത്തിൽ നല്ലൊരു പ്രാവിനെ പിടിച്ചു, ഒരു ഏജിലുള്ള പ്രാവിനെ പിടിച്ചു. അത് എന്തായാലും നിങ്ങൾ ഇത്രയും നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളെ പിടിക്കുമ്പോൾ നല്ല പ്രാവിനെ പിടിക്കുള്ളൂ. അങ്ങനെ പിടിക്കുന്ന സമയത്ത് അവരൊരു വില പറയുമല്ലോ. അല്ല, പാലക്കാട് സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പ്രാവുകൾക്ക് വില വ്യത്യസ്തമായിട്ടുള്ള വിലകളാണ്. അപ്പൊ വില പറയുമ്പോൾ നിങ്ങൾക്കത് കൊടുക്കാനുള്ള ഇതുണ്ട്, അതുകൊണ്ടാണ് ആ പ്രാവിനെ പിടിക്കുന്നത്. ഞാനത് കൊടുക്കാൻ വന്നതുകൊണ്ട് തന്നെയാണ് പാലക്കാട് പോയി ആ കല്യാണി ആ വർഗ പ്രാവിന് ഞാൻ അയാൾ പറഞ്ഞ എമൗണ്ട് കൊടുത്തിട്ട് വാങ്ങി. വില എത്രയായാലും പ്രശ്നമില്ല. ആ പ്രാവിനെ കാണിച്ചു മറ്റേ നമ്മൾ കരിപ്പാളിന് എടുത്ത പ്രാവിന്റെ കുഞ്ഞിനെ, കരിപ്പാളി എടുത്ത പ്രാവിന്റെ കുഞ്ഞിനെ കുഞ്ഞുകളത്തിനുള്ളിൽ ഒരു ഇങ്ങനെ കൂട്ടുന്ന കാണിച്ചാൽ വേണ്ട, ഞാൻ ഇപ്പൊ ഇട്ട് തരാം. ഇതൊക്കെ ഞാൻ എന്തായാലും പിടിച്ച് കയറ്റുമല്ലോ. ഇത് കരിപ്പാളി, പാലക്കാട് കരിപ്പാളി ഒരു മെയിൻ കൂട്ടത്തെ പ്രാവിന്റെ കുഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ബ്രീഡ് ചെയ്തിട്ടുള്ള ഇവിടെ വന്നിട്ട് ഈ മുമ്പെടുത്ത കുഞ്ഞാണ്. ഇത് ഓട്ടിയിട്ടുണ്ടോ പ്രാവിനെ? ഓട്ടിയിട്ടില്ല, എനിക്ക് ഓട്ടാൻ പറ്റിയില്ല. ശരി, പ്രാവിന്റെ ലക്ഷണം നല്ല രസമുണ്ട്. എന്താ വെച്ചാല് ഒരു പ്രാവിന്റെ ഇത് കറക്റ്റ് ആ വരുന്ന മൂക്കിന്റെ മേലുള്ള ഷെയ്ഡ് വെള്ളയില്, നഖം വന്നിട്ട് ബ്ലാക്ക് ആണ്. നല്ല ബ്രീഡിങ് പെയർ പക്കയാണ്. വേറെ പ്രാവിന് വെള്ളയിലേക്ക് ഇട്ട് നല്ല സുഖമായിട്ട്. 5 വയസ്സായിട്ടോ. 5 വയസ്സായിട്ട് 5 വയസ്സ് ഞാൻ ജോഡി ഇട്ടില്ല. ഞാൻ ഈ വർഷം ജോഡി ഇടുള്ളൂ. 5 വയസ്സ് കഴിഞ്ഞ് ഞാൻ ജോഡി ഇടുള്ളൂ. സാധാരണ നല്ല മര്യാദക്കുള്ള മൂപ്പായ ശേഷമേ ജോഡി ഇടുള്ളൂ. ഫീമെയിൽ എത്ര വയസ്സിനാണ്? അത് 2 വയസ്സ് 2.5 വയസ്സിന് ഫീമെയിലിന് അങ്ങനെ ജോഡി ഇടുന്നത് 5 വയസ്സ്. 5 വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ ജോഡി ഇടുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ആണുങ്ങൾ എന്റെ ഈ കൂട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത്. അത്രയും ഗ്ലാമറായിട്ട് നിൽക്കാനുള്ള കാരണം. പിന്നെ ഞാൻ ഒന്നാമത് കൈ കൊണ്ട് പിടിച്ചാറില്ല, പ്രാവ് ഒതുങ്ങണില്ല, കൈക്ക് ഒതുങ്ങില്ല. ഉള്ളിലിട്ടോളൂ. ഇനി ഇതിന്റെ അടുത്ത കുഞ്ചുണ്ട് മൂപ്പായ ആണിന്റെ തന്നെ. ഏതാ? ഇനി ഒരാളും കൂടി ഇവിടെ ഉണ്ട്.
ചാടും. ഇതൊരു കരിപ്പാളിയാണോ? കരിപ്പാളിയാണ്ട് കുഞ്ച ഇതില്ലേ? അതൊന്ന് അത് കരിങ്കല്ലില്ല, കരിപ്പാളിയാണ്ട് കുഞ്ച. ഇതാണോ പെട്ട? ആണ് കരിപ്പാളിയാണ്ട് കുഞ്ച്. അങ്ങനെ ആട്ടാവണ്ട് വന്നാണ്. ഇനി ഇതൊരാണ് കരിപ്പാളിയുണ്ട്. ഇത് കരിങ്കണ്ണ രൂപമാണ്. ഇതുമാണ്. ഇതൊക്കെ കരിപ്പാളിയാണ്ട് കുഞ്ഞുങ്ങളാണ്. ഇത് നമ്മൾ എടുത്ത് ഇതാക്കി വെച്ചാൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഉമ്മർക്കാട് ഇനി കുറച്ച് പ്രാവുകൾ നമുക്ക് അടുത്തായിട്ട് കാണാം. ഉമ്മർക്ക ഇതേതാ പ്രാവ്? അത് ഞാൻ നമ്മുടെ ഗണേശേട്ടനാണ് വാച്ച്. നമ്മുടെ ഗണേശേട്ടൻ സുഖമില്ല, അവർ 15 പ്രാവ് കൊണ്ടുവന്നു. ഇതോ? അത് ഇവിടുത്തെ കുഞ്ചാണ്. ഞാൻ ജോഡി എടുത്തതാണ്. ആ കുഞ്ചാണ്. ഞാൻ പറവിക്ക് കൊണ്ടുവന്ന് പെട്ട വേറെ കൊണ്ടുവന്ന ആണ് എന്റെ വൃത്തിയായിരുന്നു. ആണിവിടെ ഉണ്ട്. ആണ് കാണിച്ചു തരാം. ഈ പ്രാവോ? അത് ഇവിടുത്തെ തന്നെയാണ്. അത് ഇവിടുത്തെയാണ്. പിന്നെതാ ഇതേതാ പ്രാവ്? ഇത് ഞാൻ തമിഴ്നാട്ടിൽ കൊണ്ടുവന്ന പ്രാവാണ്. സുർമാറൊക്കെയുള്ള ഗംഭീര മെയില്. എത്ര വയസ്സുണ്ട് ഇതിന്? അതൊരു 10 വയസ്സ് കൂടിക്കോ. കാട്ട് സബ്ജ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇവിടുത്തെ സബ്ജ പുള്ളിയാണ് വേണ്ടത്. അതിന്റെ മകളാണ് ഇതില്ലേ? വിശ്വസിക്കാം. 3 ഉണ്ട്. കോലം കണ്ടില്ല ശരിക്കും. അത് നിൽക്കും, പൂവില്ല. ഒറ്റ ചവിട്ടെന്നൊക്കെ പറയണ പ്രാവ് അതാണ്. അതൊന്നും പൂവില്ല. ഗ്യാരണ്ടി ആയിട്ടുള്ള പ്രാവ്. അതിവിടെ ഇവിടെ കുഞ്ചാണ്. ഇപ്പൊ റക്കാർ പോലെ കുഞ്ചും പട്ടിയപ്പെടുത്തി തന്നെയാണ്. അതൊരു ജോഡിന്റെ പ്രാവാണ്. 2 കുഞ്ഞെടുത്തിട്ടുണ്ട്. 2 കുഞ്ചെടുത്തിട്ടുണ്ട്. അത് 2 കുഞ്ച് സുന്ദരമായി നോക്കും. ഇതിലൊരു സബ്ജാനെ കണ്ടല്ലോ. അത് ഞാൻ വേറെ ഒരാളുടെ ഇത് വാങ്ങിട്ട് വന്നാണ്. ഗംഭീര മെയില്. ഇത് ഉമ്മർക്ക? ഇത് അത് കരിപ്പാളിയാണ്. ഈ പ്രാവിലെ അത് കരിപ്പാളിയാണ്. കൊണ്ടുവന്നല്ല കുഞ്ഞെടുത്തിട്ട് വെച്ചാണ്. കരിപ്പാളി പറഞ്ഞ ഒറ്റ പ്രാവുള്ളൂ. അതിന്റെ കുഞ്ഞുങ്ങളാണ്. ഇവിടുന്ന് പെട്ട ചേർത്തിട്ടില്ലേ? ഇവിടുത്തെ പെട്ടകളെ ചേർത്തിട്ടാണ്. പ്രാവ് പറവിയിലുണ്ട്. ഞാൻ തൊട്ട വീട്ടിൽ ഒന്ന് പട്ടാമ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സബ്ജാണോ? ഈ സബ്ജാണ് ഞാൻ കൊട്ടേക്കാട് പറഞ്ഞ സ്ഥലത്ത് കൊട്ടേക്കാട് തന്നെ മകന്റെ വീട്ടിന് മകന്റെ പോയി വാങ്ങിട്ട് വന്നതാണ്. തമിഴ്നാട് പ്രാവാണ്. ഇതില് അപ്പം വന്നിട്ട് സബ്ജ പുള്ളിയിലാണ്. അപ്പ കുഞ്ഞെടുത്ത് നോക്കിയാ? കുഞ്ഞു നോക്കി. പറക്കണ്ടില്ലേ? പറവയിലുണ്ട്. ഇതോ? അത് ഞാൻ പറഞ്ഞില്ലേ, ജാക്ക്ബിരിന്റെ. ഇതില് പിന്നെ കുറച്ച് പ്രാവുകളുണ്ട്. പരിചയപ്പെടുത്തരും. ഇതില് കുറച്ച് വെള്ള ഐറ്റം കാണാം. ആദ്യം എന്തായാലും ചാടി ഇനി ഉള്ളിലാണ് തീറ്റ കൊടുക്കുക. ഇത് വന്നിട്ട് സബ്ജ പുള്ളിയാളുടെ മകനാണ്. ഇതിലെ ഇത് സബ്ജ പുള്ളിയാളുടെ തുറന്നേരോ? ചാടുന്നുണ്ട്. ഇത് സബ്ജ പുള്ളിയാളുടെ മകനാണ്. ഇത് എത്ര വയസ്സുണ്ട്? ഇതിന് 5 വയസ്സ് കഴിഞ്ഞു. 6ാമത്തെ വയസ്സ്. അതിന്റെ മകനാണ്. ഇത് ഇപ്പൊ കുഞ്ചാണ്. ഒരു 6 കല്ലിയോ 7 കല്ലിയോ ആവുള്ളൂ. കൊമ്പന്മാരാണ്. ഇതേതാ പ്രാവ്? ഇത് ഇവിടുത്തെ ഇതാണ് നമ്മുടെ വലിയേട്ടൻ പറഞ്ഞ ഒരാള്. പാലക്കാട് വലിയേട്ടന്റെ പ്രാവിന്റെ ഒരു വർഗ പ്രാവ്. ഡബിൾ കണ്ണ് കുഞ്ചെടുത്ത്. ഡബിൾ കണ്ണാണ്. സുറുമ ടച്ച് പോലെ. ജാക്ക് വഴിയാണ്. കല്യാണി വഴി പ്രാവാണ്. ഡബിൾ കണ്ണാണ്. ഇതിൽ എന്റെ മാത്രമേ ഇപ്പൊ ഇതൊരു പ്രാവ് നിൽക്കണുള്ളൂ. ഇത് ഇവിടെ ഞാൻ വേറെ ആളിനെ കൊണ്ട് വാങ്ങിട്ട് വന്നപ്പോൾ വലിയേട്ടൻ ഇവിടെ വന്നിട്ട് പറഞ്ഞു, ഈ പ്രാവ് എനിക്ക് ആര് തന്നേ ചോദിച്ചു. ഇത് ഭാഗ്യമാളുടെ പേര് പറഞ്ഞില്ല. ഇത് എനിക്ക് വേറെ ഒരാൾ തന്നതാണ് എന്ന് പറഞ്ഞു. ഇത് എന്റെ പ്രാവാണ് പറഞ്ഞു. നിങ്ങളുടെ പ്രാവാണ് പറഞ്ഞാണ് ഞാൻ വാങ്ങിയതെന്ന് പറഞ്ഞു. അപ്പൊ ആൾക്ക് ആവശ്യമുണ്ട്, കൊടുത്താൾ പഠിക്കും. എടുത്താള് മൂപ്പരും വീട്ടിൽ അഭിലാഷിന്റെ വീട്ടിൽ അടുത്തുള്ള ഒരാളാണ് ഈ പ്രാവ് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്പലത്തിന് ബാക്കിലുള്ളവര് ഗണേശേട്ടന് 6 കൊടുത്ത് ഞാൻ 3 കൊടുത്തു. വന്നത് ഇത് 10 മണിക്കൂർ പറഞ്ഞതാണ്. കരിങ്കണ്ണ് നമുക്ക് ഒരു കൂട്ടുകാരന്റെ ആണ് 10 മണിക്കൂർ. ഇത് എന്റെ വെള്ളാണ്ട് ഒരു വഴി ഉണ്ടായിരുന്നതാണ്. അതിന്റെ അപ്പം മരണപ്പെട്ടു പോയതാണ്. അത് ആ പ്രാവ് എനിക്ക് എന്റെ പെങ്ങൾക്ക് കളഞ്ഞു കിട്ടിയാണ്. ഇതൊരു പ്രാവ് കളഞ്ഞു കിട്ടിയ പ്രാവിനെ കാണിച്ചു തരാം. ഇതൊരു പ്രാവ് എന്റെ പെങ്ങൾക്ക് കളഞ്ഞു കിട്ടിയ. എവിടെ നിന്നാണ്? ഇത് ധോണി മരിയിൽ കളഞ്ഞു കിട്ടിയതാണ്. രണ്ട് കണ്ണ് വെറൈറ്റിയാണ്.
ഒരു കണ്ണ് കാണിച്ചു തരാം. ഇത് കണ്ണ് കാണുമോ അതിന്? പറന്ന് വീണിട്ട് മഴയിട്ട് വീണ ഈ കണ്ണ് കാണുമോ അതിന്? കാഴ്ച ഇത്തിരി കമ്മിയാണ്, കാഴ്ച കമ്മി ഇത്തിരി കമ്മിയാണ്. പ്രായമായ പ്രാവ് കാണില്ലേ? കാണാം. ഇതൊരു കണ്ണ് വെറൈറ്റി കമ്മിയാണ്. എന്റെ പെങ്ങൾക്ക് കളഞ്ഞു കിട്ടിയിട്ട് ഒന്ന് കൂട്ടിലൊന്ന് ഇട്ടിട്ട് കാണിച്ചു, ഒന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് ബോഡി ഒന്ന് കാണാനാണ്. എന്തോ ഒരു പ്രത്യേകത കണ്ടപ്പോ തോന്നി. കുഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനെ. പട്ടിയെ വേണ്ടി ജോലി ഇട്ട് നോക്കുമ്പോ ആളായിരുന്നു. ഇതോ? അത് ഇവിടുത്തെ പ്രാവ് തന്നെയാണ്. നമുക്കത് കയ്യിൽ വെച്ച പ്രാവ് ഇപ്പൊ കൂട്ടുന്നെടുത്തല്ലേ കയ്യിൽ വെച്ചത്. ഇതിന് കണ്ണ് ഒരു പ്രത്യേകത. ഇതിന് കണ്ണൊന്ന് പച്ചയാണോ അതോ? പച്ചക്കണ്ണ്. പച്ചയല്ലേ? നമുക്ക് ഫോണിൽ ഒന്ന് ചുണ്ട തൊടിക്കോ? പച്ചാന്ന് നമ്മൾ ഫോണിൽ കാണുമ്പോ ഒരു ചെറിയൊരു ഇത് കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോ നേരിട്ട് കാണുമ്പോ ഒരു ഇതിന്റെ ഉള്ളിൽ അകത്ത് ഇത് 13 മണിക്കൂർ പറഞ്ഞിട്ട് ഇറങ്ങാണ്ട് ഞാൻ ഇരുന്ന് എന്റെ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് വാങ്ങിട്ട് വന്ന പ്രാവാണ് ഇത്. ഇത് മഴയത്തൊക്കെ വളരെ കേട്ടിട്ടുണ്ടായിരുന്നു. 13 മണിക്കൂർ ഈ പ്രാവ് എന്റെ കണ്ണു മുന്നിൽ പറന്നിട്ട് ഇറങ്ങിയിട്ട് ഞാൻ വാങ്ങിട്ട് വന്നതാണ്. അതിന്റെ മകനാണ് പുറത്തുനിന്ന് നിൽക്കുന്നുണ്ട്. അത് ഇതേമാതിരി തന്നെ ഒന്ന് കൂട്ടിലിട്ട് കാണിച്ചാലോ? സിംഗിൾ ആയിട്ട് ഒറ്റ കൂട്ടില് 13 മണിക്കൂർ എന്റെ മുന്നിൽ പറന്ന പ്രാവാണ്. അപ്പോ ഇങ്ങനെ പ്രാവ് തിരിഞ്ഞു നോക്കില്ല. ഇല്ല, നോക്കില്ല. അല്ല പറയാ, ഒരാളുടെ വീട്ടിൽ കാല് കുത്തൂല്ല. അപ്പൊ പിന്നെ ഇതില് കുറച്ച് ഈ സൂപ്പർ ഈ ജോഡിയുടെ ഇതൊന്ന് തുറന്നു തരുമോ? പഴയൊരു കളർ. ഇത് എത്ര വയസ്സുണ്ട് ഈ പ്രാവിന്? ഇതിന് 4 വയസ്സായി. പിടിക്കണ്ട, എനിക്കിങ്ങനെ ജസ്റ്റ് ഒന്ന്. ഇത് 4 വയസ്സായി. ഏത് മെയിലോ? മെയില് 4 വയസ്സ്. അല്ല 5 വയസ്സിലെ ജോഡി ഇടുള്ളൂ എന്ന് പറഞ്ഞു. 5 വയസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടായ അത് 4 വയസ്സ് വേറെ ആൾ തന്നതാണ്. അങ്ങനെ ഇട്ടതാണ്. നോക്കട്ടെ വേണ്ട ആ പ്രാവിനൊന്ന് ചിറ്റിച്ചിറക്കണം വേണ്ട ഇട്ടതാണ്. എല്ലാ പറഞ്ഞു ഞാൻ ഇടില്ല. ഇത് ഇവിടുത്തെ കുഞ്ചാണ്. ഇപ്പൊ ഞാൻ ഈ സീസണിൽ എടുത്ത കുഞ്ചാണ്. ഇല്ല പറയാ, ഇപ്പൊ ഞാൻ ഈ സീസണിൽ എടുത്ത കുഞ്ചാണ്. ആട്ടാൻ വേണ്ടിട്ട് ഇട്ടാണ്. ജാക്ക് വഴി പ്രാവാണ്. അത് പട്ടയാണ് വേണ്ടി ഇട്ട് നോക്കുമ്പോ ആളായിരുന്നു. അങ്ങനെ വലിച്ചു ഇട്ടതാണ്. പിന്നെ അത് അതിലൊരാണ് കരിപ്പോളിയാണാണ്. അത് നമ്മൾ എടുത്തല്ലോ. അത് ഞാൻ പുറത്തിട്ട്. ഈ ഒരു പ്രാവോ? അത് ഇവിടുത്തെ കുഞ്ചാണ്. ഈ വർഷം 28 കുഞ്ചെന്തോ എടുത്ത് 18 കുഞ്ചും മരണപ്പെട്ടു പോയി. അയ്യോ, എന്താ? ചൂടായിട്ട്. അപ്പൊ നമുക്ക് ഈ കിണർ പണി സീസൺ ആയതുകൊണ്ട് ഞാൻ ഈ കിണർ പണിക്ക് പോണതുകൊണ്ട് സമയത്തിന് വെള്ളം കാച്ചല്ല. ഞാൻ കിണർ പണി കടയുണ്ട്. കട പറയുമ്പോ ടൂൾസ് വാടകയ്ക്ക്. ടൂൾസുകൾ വാടകയ്ക്ക് കൊടുക്കല്. കച്ചവടം. ബിസിനസ്. കിണർ പണി. അതിന് സ്റ്റാഫുകൾ 10-12 ആൾക്കാരുണ്ട്. സീസൺ ആകുമ്പോഴാണ് നമ്മുടെ ഈ പണിത്തിരക്ക് വരുന്നതുകൊണ്ടാണ് ഈ സമയം നമുക്ക് ആട്ടാൻ സമയം ഇല്ലാത്തതുകൊണ്ടാണ്. ഈ ജൂൺ ജൂലൈ നമ്മളിപ്പോ ഡിസംബർ മുതൽ തുടങ്ങി കഴിഞ്ഞ ജൂൺ കഴിയും നമ്മുടെ പണി കഴിയുമ്പോൾ. എല്ലാ വർഷവും ജൂലൈ 23-ാം തീയതിയാണ് എന്റെ വർക്ക് കഴിയുക. അപ്പൊ നമുക്ക് ഇവിടെ ടൈം ഉണ്ടായില്ല. ഏപ്രിൽ മാസം മെയ് മാസം മുതൽ കിണർ കെട്ടാൻ തുടങ്ങും. മെയ് ജൂൺ ജൂലൈ ആകുമ്പോഴേക്കും നമ്മുടെ പണി കഴിയും. അപ്പൊ നമുക്കിവിടെ ടൈമില്ല ആട്ടാൻ. അതിലാണ് ഇപ്പൊ നമുക്ക് പുത്തരയായിട്ട് ഇപ്പൊ എന്റെ മകൻ പോയതോടുകൂടി പ്രാവ് ഒഴിവാക്കാൻ പറഞ്ഞാണ്. പിന്നെ എനിക്ക് ആ 10-30 കൊല്ലത്തോളം പ്രാവ് വളർത്തിയ പരിചയമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ട് നിർത്തിയത്. പിന്നെ മാസത്തിൽ ഒരിക്കലും വിളിച്ചു കഴിഞ്ഞാൽ പ്രാവിന്റെ വിശേഷങ്ങൾ ചോദിക്കുമൊക്കെ. അപ്പോ ഗുരുദാറാണ് കൊടുത്തുപോയി, കോഴിക്കോട്ടേക്ക് കൊടുത്തുപോയി. ഗുരുദാറുണ്ട് കൊടുത്തുപോയി. കൊടുത്തു ജോഡിയായിട്ടുണ്ട്. ആണ് മാത്രമേ കുട്ടി കിടക്കുകയാണെന്ന് പറഞ്ഞു. മുട്ടയില്ല. ഇല്ല കുട്ടി അത് ഇവിടെയുള്ള പ്രാവാണ്. അതിപ്പോ ഇന്ന് കച്ചവടമായി. ഇതിന്റെ റിസൾട്ട് ഒന്ന് പറയാം. അതിന്റെ റിസൾട്ട് 13 മണിക്കൂർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഗുരുദാറാണ് 13 മണിക്കൂറും ഗുരുദാറാണ്. ഇതിനൊരു സബ്ജ പട്ടിയുണ്ട്. അല്ല ഇതിലേ ഇങ്ങനെ ഈ വെള്ളക്കരിങ്ങണ്ണ ഈ ഗുൽദാറാണോ? ഞാനിപ്പോ എടുത്തിട്ട് കുഞ്ചു എടുത്തതാണ് നോക്കാൻ വേണ്ടിട്ട്. ഇതാണ് ഗുൽദാറാണ്. ഇതാണ് ഗുൽദാർ. ഇതിനിങ്ങനെ നമ്മളിപ്പോ ഈ വെള്ള ഫീമെയിൽ ഇട്ട് കൊടുത്തല്ലോ. ഇതെന്താ ഇങ്ങനെ ഇടാനുള്ള കാരണം? ഞാൻ ഒന്ന് വെറൈറ്റി കുഞ്ചു വീഴുമോ നോക്കട്ടെ വേണ്ടാണ് കരിങ്ങൾ ചേർത്തിരിക്കുന്നത്. അല്ല പൊതുവെ എന്താ വെച്ചാൽ ഈ ഗുൽദാർ പഴയ ലൈനേജ്. അപ്പൊ ലൈനേജ് സാധാരണ സബ്ജിയും പൂതിയൊക്കെ ഇടുക. സബ്ജിയും പൂതിയാണ് ഇട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ വർഷം മാത്രം ഒന്ന് ഞാൻ ഇത്രയും ഇപ്പോ ഇട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ 2 മാസമായിട്ടുള്ള ജോഡി ചേർത്തിട്ട് കരിങ്കണ്ണില് ഒരു കുഞ്ച്. ഇത് ഞാൻ പാലക്കാട് നിന്ന് കല്യാണി വർഗം പ്രാവ് പിടിച്ചു പറഞ്ഞില്ലേ, അതിന്റെ പട്ടക്കുഞ്ചാണത്. അയാളുടെ ഇത് കൊണ്ടുവരാൻ വേണ്ടി മൂപ്പര് കൊണ്ടുവന്ന പടം. അപ്പൊ അതിനൊരു കുഞ്ചെടുത്ത് നോക്കാൻ പറഞ്ഞിട്ട് ഇത് 1.5 പട്ടാവായി. 1-2 പട്ടാവായി. ഈ 2 പട്ടാവ് ആകുമ്പോഴാണ് നമ്മൾ ഇതിനൊന്ന് ജോഡി ചേർത്തിട്ട് 2 പ്രാവ് കൊണ്ട് 3 പ്രാവ് കൊണ്ട് വന്നു.
അതിൽ ഒരു പ്രാവ് കുട്ടി ചത്തുപോയി. ബാക്കി ഒരെണ്ണം ഉണ്ടായത് പെട്ടക്കുഞ്ഞ്. അപ്പൊ അതിന് നമ്മളിങ്ങനെ നിലക്ക് നിർത്തി കൊണ്ടുവന്നിട്ടാണ് ജോഡിയിട്ടത്. എങ്ങനെ ഉണ്ട് നോക്കട്ടെ വേണ്ട കുഞ്ചുകൾ. പിന്നെ നമ്മള് ആ വെള്ളക്കണ്ണ് ചോരാണില്ലേ, അതിന്റെ അപ്പം പറഞ്ഞില്ലേ, ആ അപ്പന്റെ ഒരു കുഞ്ച് കിട്ടിയാണ് 20, 15, 12, 18 മറിയ മുട്ട കിട്ടും ഇതിന്റെ അപ്പ ചവിട്ടിയിട്ട്. അതില് ഒരു മുട്ട ഇതിന്റെ അച്ഛൻ വന്നിട്ട് ആ കട്ടമുക്കനാണ്. അല്ലല്ല, ജോഡി ഇട്ടിട്ട് കരിപ്പിടിക്കാണ്ടായി. ഇനിയിപ്പോ മുട്ട ആണ് കിടക്കാണ്ടാണോ പൊട്ട കിടക്കാണ്ടാണോ എന്നുള്ളത് അറിയില്ല. അതിൽ പിന്നെ മുട്ട മാറ്റി വെച്ചിട്ട് ഒരു കുഞ്ച് കിട്ടി. കിടക്കാണ്ടായിരിക്കും. അപ്പൊ ആ ഒരു കുഞ്ച് ഞാൻ എടുത്തിട്ട് ഇപ്പൊ ഒരു 1.5 പട്ടാവ് കഴിഞ്ഞപ്പോ വേറൊരു ആണിനെ ഇട്ടിട്ട് കുഞ്ചെടുത്തതാണ് ഈ ജാക്ക് പിരിയിലുള്ള 2 കുഞ്ച് കിട്ടിയിരുന്നത്. ഇങ്ങനെയാണ് ഇപ്പൊ കിട്ടിയിരുന്നത്. ഹിസ്റ്ററിയാണ് പറയുന്നത്. കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട്. 2 കുഞ്ഞെടുക്കുന്നുണ്ട്. 2 കുഞ്ഞ് കുഞ്ഞുങ്ങൾ നോക്കും. നിങ്ങൾ പഠിക്കൊന്നും വേണ്ട. പ്രാവുകളൊക്കെ നോക്കുന്ന കുഞ്ഞുങ്ങൾ 2 വെച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇതിപ്പോ ഈ വർഷം ഞാനിപ്പോ 2ാം പറയും ഒരു ആണിനെ ചേർത്തിട്ട് ഇട്ടതാണ്. കുഞ്ച് തോട്ടം കമ്മിയാണ്. ഇതിപ്പോ പഴയ സെറ്റപ്പിന് എന്താന്ന് വെച്ചാൽ ഒരു കുഞ്ഞൊരു വലുതൊരു ചെറുത്. ഇപ്പൊ സാധാരണ പോലെ ഈ ചട്ടിയ പാത്രം ഒന്നും സാധാരണ കുഞ്ഞാറ അതിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നല്ല ഗംഭീര മെയിൽ പറഞ്ഞ ഗംഭീര മെയിൽ പ്രാവ്. ഇത് 8 വയസ്സ് കഴിഞ്ഞു. 9 വയസ്സായി. ഒരു പ്രാവുകുട്ടിന് നമ്മളൊപ്പം വെട്ടിവിടും. ജോഡി കൊണ്ടുവന്ന അതിന്റെ റിസൾട്ട് നോക്കി കഴിഞ്ഞാൽ പ്രാവിൽ ചെറുപ്പത്തിൽ നമുക്ക് അറിയാം. അങ്ങനെ ഞാൻ എടുത്തു വെച്ചതാണ് ഇത്രയും പ്രാവുകൾ. തീറ്റയ്ക്ക് 5:30 മണിക്ക് തീറ്റ 6:30 കയറ്റും. ഇന്ന് പിന്നെ ഊൾ ചിറകുള്ളത് കുറച്ച് ഈ ജോഡി ഉള്ള പ്രാവ് കൂട്ടത്തെ പ്രാവുകൾ കംപ്ലീറ്റ് വെളി കെട്ടില്ല. ഇതിന്റെ ഉള്ളിലാണ് തീറ്റ. ബാക്കി ഉള്ളതുകൾ ഈ മൊത്തമായിട്ട് ഇതിനുള്ളിൽ പുറത്ത് വിട്ടാലും ഒരു 20 മിനിറ്റ് തീറ്റ കഴിഞ്ഞിട്ട് ഉള്ളിൽ നിന്നാണ് പിന്നെ എല്ലാ തീറ്റ. ഈ ഫീമെയിലിനൊക്കെ ഉള്ളിൽ തന്നെ തീറ്റ? എല്ലാം മാക്സിമം 99% ഉള്ളിലാണ്. ഇപ്പൊ ഒരു മാസമായിട്ടുള്ള വെളിയിൽ വിടാൻ തുടങ്ങി. ഒരു മെയിലിനെ കാണിച്ചാൽ ഒരു ജാക്കി പിരീഡ് നിക്കട്ടെ അവിടെ. അവനതേ പുറത്ത് വന്നാണ്. കണ്ടോ ഉമ്മർക്ക്? അപ്പൊ കയ്യിൽ ഇപ്പൊ എടുത്തുള്ള ഒരു സബ്ജ കണ്ടില്ലേ? അതിപ്പോ നമ്മൾ അവിടെ ഒരു സബ്ജ കണ്ടില്ലേ? ഇതിപ്പോ നമ്മള് കുഞ്ഞുങ്ങൾ എടുക്കുന്ന സമയത്തേ ഇപ്പൊ നമ്മള് ചില ആൾക്കാര് ഈ 2ാമത് ഇടുന്ന മുട്ടയാണ് ഫീമെയിലിന്റെ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഈ കുഞ്ഞെടുക്കുന്ന സമയത്ത് ഫീമെയിലിനെയാണോ കൂടുതൽ കിട്ടുന്നത് അതാ മെയിൽ പ്രാവ് കുഞ്ഞിനെ? മെയിലാ കിട്ടിയത്. കംപ്ലീറ്റ് മെയിലാണ് എനിക്ക് ഇന്നേ വരെ ആയിട്ട്. ഏതെങ്കിലും സീസണിൽ ഫീമെയിൽ ഇന്നേ വരെ എനിക്ക് കിട്ടിയില്ല. ഈ വർഷമാണ് എനിക്ക് ഇത് കിട്ടിയിരുന്നത്. കലർന്നിട്ട് അധികം മെയിലും ഇടയ്ക്കോ എല്ലാം മെയിൽ പ്രാവ്. എന്നിട്ട് ഒരു കിട്ടിയിട്ടില്ല. ഞാൻ ഒരു പ്രാവ് കൊടുത്തു, എന്റെ ഒരു കൂട്ടുകാരനെ കൊടുത്തു, അത് മാത്രം മെയിലായി. ഇതിപ്പോ കയ്യിലുള്ളത് ഫീമെയിൽ. അപ്പൊ കുറച്ച് ഓമനസ് ഉണ്ടാവും അല്ലേ? ധൈര്യമാണ്, ധൈര്യമാണ്. 100% ഗ്യാരണ്ടിയാണ്. ഇതിന്റെ റിസൾട്ട് എങ്ങനെയാണ്? ഇതിന്റെ റിസൾട്ട് പറഞ്ഞാൽ അപ്പം 12 മണിക്കൂർ ലാൻഡിങ് ഇവിടെയല്ലേ. ഇതാ സബ്ജ പുള്ളിയാണ്. ഇതാ കിടക്കണം. സബ്ജ പുള്ളിയാണ്. ഇതാ ഈ ആണ്ണെ 2-3 പ്രാവശ്യമായിട്ട് വീഡിയോയിൽ ഇങ്ങനെ വരുന്നില്ല. ആണ്. ഞാൻ അമ്മനെ കാണിച്ചു തരില്ല. കാണിച്ചു തരാം. അമ്മനെ കാണിച്ചേരി. അമ്മ സബ്ജിയാണ്. അത്ര 13 മണിക്കൂർ പറഞ്ഞതാ. 100 രൂപയ്ക്ക് വാങ്ങിയതാ. ഉള്ള കാര്യം തുറന്നു പറയാലോ. പാലക്കാട് നിന്ന് ഒരു 100 രൂപയുടെ ഒരു പ്രാവ് കൊണ്ട് കൊടുത്തിട്ട് 100 രൂപയും കോഴി കൊടുത്തിട്ട് വാങ്ങിയ പ്രാവാ. കോഴിക്കടയിൽ നിന്നാണോ? അല്ല, മേപ്പറമ്പിൽ നിന്ന് വാങ്ങിയതാണ്. അമ്മ ഒന്ന് കൂട്ടിയിടോ? 100 രൂപയുടെ പ്രാവിനെ 100 രൂപയുടെ പ്രാവ് 13 മണിക്കൂർ പറഞ്ഞ പ്രാവാ. ചാടും ചെറിയുണ്ട്, അത് പിടിക്കാം. 13 മണിക്കൂർ. ഈ 13 മണിക്കൂർ ഇതും ആ ഗുരുദാറാണ് കൂടിയിട്ടാണ് ഒരുമിച്ച് നിൽക്കുക. പോയി കഴിഞ്ഞാൽ 1/2 മണിക്കൂർ കഴിയും ലാൻഡിങ്ങിന് വരുന്നത്. ലോങ് പോയ പറവിയുള്ള പ്രാവാണ്. പിന്നെ ഇവിടെ ലഗിഡിന്റെ പ്രശ്നങ്ങള് ലഗിഡ് പാലക്കാട് ഒരുപാട് എണ്ണം ഉണ്ട്. 5 ഉണ്ട് ഇവിടെ. നമ്മൾ സീസണിലൊക്കെ വിടുന്ന സമയത്ത് സീസണിൽ വിടാൻ പറ്റില്ല. ഒരു 20 പ്രാവിന് 20-25 പ്രാവ് വിട്ട് കഴിഞ്ഞാൽ 1-2 പ്രാവ് ഓടിയാലും ബാക്കിയൊക്കെ കൂടും. ഇതിപ്പോ ഇവിടെ എന്റെ ഈ ചിറ്റാറിൽ തന്നെ 23-24 പ്രാവ് കൂടുന്നു. 24 കൂടുണ്ട്. നമ്മുടെ ഇവിടെ നിന്ന് കോളനിന്റെ അവിടെ നിന്നുണ്ട്. ഈ എസ്റ്റേറ്റ് വരെ ആകുമ്പോൾ 45 കൂടുകളുണ്ട്. ഡെയിലി രാവിലെ വരും, 3 നേരം വരുന്നുണ്ട്. എത്ര ലഗിഡ് ഉണ്ട്? 1-2 ഒരു 4 എണ്ണം. ഇപ്പൊ എന്റെ അറിവിൽ 4 എണ്ണം ഉണ്ട്.
വന്ന് കൂടാനുണ്ട്. ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ പോയ മലയോരമായി. അതാണ് ഈ ഏറ്റവും കൂടുതൽ ഇവിടുന്ന് പിടിച്ചു പോകുന്നത്. ഞാൻ കംപ്ലീറ്റ് പോകുന്നത് മലയ്ക്കാണ്. ഇവിടെ നമ്മളിപ്പോഴേ ഈ കുഞ്ഞുങ്ങൾ എടുത്തിട്ട് നമ്മൾ ഓഫീസെല്ലാം ഉള്ളു. അപ്പൊ ആഗസ്റ്റ് മാസം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ എടുക്കുമല്ലോ. ഇപ്പൊ ആഗസ്റ്റ് കഴിഞ്ഞ് പിന്നെ 2-3 മാസം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളാവും. ആയ സ്ഥിതിക്ക് നമ്മൾ എന്തായാലും കുഞ്ഞുങ്ങളെ ചിലതിന് ചുറ്റിക്കാറുണ്ടല്ലോ. ആ സമയത്താണോ ഈ പാൽക്കാൻ പിടിക്കുന്നത്? ആ സമയത്താണ് വരിക. പാൽക്കണം വരുന്ന സമയത്ത് വരുന്നത്. അപ്പൊ നമ്മൾ ഈ മഴ സീസണിലും വരും. മഴ തോർന്നു പാൽ ഇവിടെ എത്തിയിട്ടുണ്ടാവും. ചുറ്റിക്കാൻ പെടാതെ നമ്മുടെ സമയത്തില്ല. അപ്പൊ അതിന്റെ ഇടയിലാണ് ലക്ക് ബാക്കിയുള്ള പ്രാവ് മാത്രമേ ഓടി ഇറങ്ങും. പ്രാവുകളൊക്കെ പോകും. 50 പ്രാവ് കൂട്ടി കഴിഞ്ഞാൽ 2 പ്രാവ് കിട്ടും. ബാക്കി 48 പ്രാവും പിടിച്ചിട്ട് പോകും. അപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാനിപ്പോ ഈ വന്നിട്ട് കണ്ടതല്ല പ്രാവുകൾ, ഇനിയും പ്രാവ് ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. പോയിട്ടുണ്ട് കുറെ അല്ലെ? കുറെ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ശരിക്കും കണ്ടു കേട്ടോ. ഉമ്മർക്കാനെ ചിറിച്ചും കളിച്ചിട്ടൊക്കെയാണ് പറയണത്. പ്രാവിനെ പറ്റിയിട്ട് ഞാൻ ഏത് വീട്ടിൽ പോയാലും ഒരു കൂട്ടിൽ പോയാലും പ്രാവ് ഞാൻ കൈ കൊണ്ട് പിടിച്ച് നോക്കില്ല. അത് അറിയാവുന്ന ഒരു പ്രാവ് വളർത്തുകാരന്റെ ഗുണമാണ്. അത് നമ്മളെന്താ പറയുക, പൊങ്ങച്ച കൂട്ടുകയല്ല കൂടുന്നത്. ഒരു കൂട്ടിൽ കയറി കഴിഞ്ഞാൽ ഒരാളുടെ സമ്മതം ഇല്ലാണ്ട് ഒരു പ്രാവ് പിടിച്ച് നോക്കാൻ പാടില്ല. പിടിച്ചോ അഭിലാഷോട് പറയുന്നത്, അഭിലാഷ് പ്രാവ് പിടിച്ചോ പറയുന്നത് ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയും. ആര് വേണോ കുഞ്ചെടുക്കാൻ വേണോ കൊണ്ടുവയ്ക്കും. എന്റെ താല്പര്യം അങ്ങനെയാണ്. ഞാൻ തുറന്നു പറയുന്ന ഒരു ടീമാണ്. വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ അഭിലാഷത വേണിതാ നീ വേറെ വേണ്ട അഭിലാഷം കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. ഇന്നിപ്പോ വേറൊരാൾ ചോദിച്ചാൽ ഇത് കോഴിക്കോട് കച്ചവടമായ സബ്ജാണ് ഗുരുദാറാണ് ചോദിച്ചാലും കൊണ്ട് പറഞ്ഞു കുഞ്ചെടുക്കാൻ വേണമെങ്കിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. നമുക്ക് അങ്ങനെ പറയുന്നത് താല്പര്യമുള്ളത്. ഇതേ സംഭവം ഇതിപ്പോ കച്ചവടമായി. ചിലപ്പോ ഇന്ന് പേയ്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ നാളെ ക്രിക്കറ്റ് പോകും. 100 രൂപയുടെ പ്രാവിന് അടുത്ത് കാണിച്ചാൽ 100 രൂപയുടെ പ്രാവ് 13 മണിക്കൂർ പറഞ്ഞതാണ്. മേപ്പറമ്പ് പറഞ്ഞ സ്ഥലത്ത് ഇതിന്റെ കുഞ്ചാണ് 2 സബ്ജാ കുഞ്ചുകൾ 9 ഇതിലുണ്ട്. ഇതാ മേലെയുണ്ട് 2 ഇതിന്നിപ്പോ ഒന്ന് പിടിച്ചാക്കിയില്ലേ, ഒന്ന് അതിലേക്കാക്കി ഉണ്ട്. ഒന്ന് നമ്മുടെ ബിബിനാട്ടിന്റെ അവിടെ 10 മണിക്കൂർ പറക്കുണ്ട്. അത് സബ്ജയാണ്. എന്റെ കൂട്ടുകാരുടെ അവിടെ 10 മണിക്കൂർ പറക്കുണ്ട്. അത് പറക്കണ പിടിച്ചിട്ട് പോയി. കറക്റ്റ് ലാൻഡിംഗ് ആണ്. ഇത് എവിടെ കാല് കുത്തിയോ ആ വർഗം അവിടെ തന്നെ കാല് കുത്തോളൂ. ഒറ്റ ചവിട്ട് പ്രാവാണ്. ഞാന് പുറത്ത് വിട്ടിട്ട് വേറെ തീറ്റയ്ക്ക് പുറത്ത് വിട്ടിട്ട് വേറെ വടിയതാ പൈപ്പ് കൊടുത്ത് നിൽക്കും. ചവിട്ടാൻ പറ്റില്ല. വേറെ പ്രാവശ്യം ചവിട്ടാൻ പറ്റില്ല. കൂട്ടിലുള്ളത് ചവിട്ടുക, കൂട്ടിലുള്ളത് തന്നെ മുട്ടയിടാ വിരിക്കുക. ഇതില് ഈ ഫീമെയിലിന് ആ മെയിലിനെ കാണിച്ചു തന്നില്ലേ? ഇപ്പൊ നമ്മള് ജോഡി പിരിക്കേണ്ടി വന്നിട്ടില്ലല്ലോ. പിരിക്കേണ്ടി വന്നില്ല. ഇന്ന് വരെ പക്കയാണ്. ഇന്നേ വരെ പിരിച്ചിട്ടില്ല. ജോഡി പിരിച്ചിട്ടില്ല. സബ്ജാപ്പള്ളിക്ക് സബ്ജ നല്ല ഗംഭീര മെയിൽ. എനിക്ക് തോന്നുന്നത് ഈ മെയിൽ നന്നായിട്ടുണ്ട്. ഫീമെയിൽ പോലെ ഫീമെയിലാണ് അടിപൊളി. നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ചെയ്തത്. ഇതിപ്പോ ഞാൻ ഈ പ്രാവിന്റെ ഒരു മിനിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ആ മെയിലിന് ഒന്നുകൂടി കാണിച്ചു തരാം. ഇതാണ് മെയിൽ വാങ്ങിട്ട് വന്ന. ഇതാണ് ആ മെയില്. കേട്ടോ. അതിനെ കണ്ടോ? ഈ മെയിലിനെ കണ്ടോ? ഇതാണ് ആ മെയില്. ഈ മെയിലിന് നിങ്ങളാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഫീമെയിലിനെ ഇട്ട് കൊടുക്കുമോ? ജസ്റ്റ് ഒന്ന് നിങ്ങളെ അഭിപ്രായം ഒന്ന് പറയണം. അപ്പൊ മൂപ്പരാള് ഈ പ്രാവിനെ 100 രൂപയുടെ പ്രാവാണെങ്കിൽ അതിലിപ്പോ 5000 രൂപ പ്രാവായിരിക്കും. ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് 13 മണിക്കൂറൊക്കെ അല്ല 10 മണിക്കൂറാണ് കുഞ്ഞുങ്ങൾ പറന്ന് നിൽക്കുന്നുണ്ട്. ഈ പ്രാവ് 13 മണിക്കൂർ പറന്ന പ്രാവാണ്. അത് കോൺഫിഡൻസ് ആണ്. അത്രയും കാലത്തെ എക്സ്പീരിയൻസ് ആണെങ്കിൽ ഞാനല്ല ആട്ടിയത്, എന്റെ മകനാണ് ആട്ടിയത്. ഞാൻ ആട്ടില്ല എന്നുള്ളത് മകനെ അറിയാം. അതുകൊണ്ടാണ്. 13 മണിക്കൂർ പറഞ്ഞു കഴിഞ്ഞാൽ 4:30 കല്ലിലാണ് 13 മണിക്കൂർ പറഞ്ഞത്. ആ പ്രാവ് കഴിഞ്ഞത് മറ്റന്ന പന്തയമാണ്. പ്രാവ് പെടുന്ന അന്ന് 13 മണിക്കൂർ പറഞ്ഞു. നാളെ റെസ്റ്റ്. മറ്റന്ന വിട്ടപ്പോ 5 മിനിറ്റ് പറഞ്ഞുകൊണ്ട് പ്രാവ് ഇറങ്ങി. പിറ്റേ ദിവസം പ്രാവ് ഇതേ സമയത്ത് തീറ്റയ്ക്ക് വിട്ടപ്പോ പ്രാവ് ഇറങ്ങി കിട്ടിയില്ല. അത് റെസ്റ്റിന്റെ പ്രശ്നമാണ്. റെസ്റ്റിന്റെ പ്രശ്നമാണ്. പ്രാവ് വാപ്പ എന്താ ക്ഷീണിക്കണമെന്ന് തോന്നുന്നു. അപ്പൊ എന്റെ മകൻ ചോദിച്ചു, വാപ്പ പ്രാവ് ഓട്ടുമുറത്ത് അന്ന് ഓടാണ് വാർപ്പല്ല ഓട്ടുമുറത്ത് തിരിഞ്ഞപ്പോ കൂറ തിരിയുമ്പോൾ തിരിഞ്ഞു, പമ്പലം തിരിഞ്ഞു. പ്രാവ് 4:30 കല്ലിന് പ്രാവ് തിരിയുമല്ലോ, തിരിയുമല്ലോ. തിരിഞ്ഞ് കഴിഞ്ഞാൽ കൊറോണ സമയമാണ്. എത്രയായി കൊറോണ വന്നിട്ട്? 18-19 അപ്പൊ അത് കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു അതിനെ പ്രാവ് തിരിയും. 10-13 മണിക്കൂർ പറഞ്ഞിട്ട് പറഞ്ഞ പ്രാവ് വട്ടത്തിരിയും. നമ്മൾ കള്ളു കുടിച്ചിട്ട് പറഞ്ഞ വട്ടത്തിരിയില്ല. അതേമാതിരി പ്രാവ് തിരിയും പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് പിറ്റേ ദിവസം തീറ്റ കൊടുത്തപ്പോ പ്രാവിന് പറപ്പിച്ചില്ല. പിറ്റേ ദിവസം 5 മിനിറ്റ് പറഞ്ഞു. ചെറിയ തരിത്തായിട്ടാണ് തോന്നുന്നു. അതിനുശേഷം പിറ്റേ ദിവസം ഒരു 4 മണിക്ക് വിട്ട പ്രാവ് ഇറങ്ങിയില്ല, കയറിപ്പോയി. 23-25 കൂട് പോയി. ഞാൻ ആ കുഞ്ചിനെ കിട്ടാൻ വേണ്ടി 2 ദിവസം കഴിഞ്ഞാൽ എനിക്ക് പന്തയമാണ്. ഇത് മിസ്സായി പോയിട്ടുണ്ട് പ്രാവ്. ഇതിന്റെ മകള് ഇവിടെ ഉണ്ട് വേണ്ട. ഞാന് എന്റെ തൊട്ട വീട്ടിൽ ഒരു പ്രാവിന്റെ കൂടെ കയറിപ്പോയിട്ട് ആ കുഞ്ച് മാത്രം വന്നില്ല. ആ പ്രാവ് ഇവിടെ ഒരു 1.5 മാസം ഓടി ഇറങ്ങിയ പ്രാവിന്റെ കൂടെയാണ് കയറിപ്പോയത്. ഞാൻ ഇവിടെ നിന്ന് പോകാത്ത ഏരിയകളില്ല. ആ സബ്ജാപ്പുള്ളിയിൽ ഇതിന്റെ കുഞ്ചു പോകുന്നത് സബ്ജാപ്പുള്ളിയിലായിരുന്നു. അതിന് വേണ്ടിയിട്ട് എല്ലാ കൂടും കയറി ഇറങ്ങി. പക്ഷെ എന്റെ അടുത്തുള്ള ആൾക്കാർ കിട്ടിയിട്ട് തന്നില്ല. നെയ്റ്റ് കയറിപ്പോയി പ്രാവ്. എന്താ പറഞ്ഞ പറവി ഉണ്ടല്ലോ, 4:30 കല്ലിൽ തന്നെ എത്ര മണിക്കൂർ പറന്നിറങ്ങിയതാണ്.
സെക്കൻഡ് വാങ്ങുകയും ചെയ്തു. പിന്നെ അല്ല ഉമ്മർക്ക, ഇപ്പൊ നിങ്ങളിപ്പോ ജോഡി ഇത് സെറ്റ് ആണല്ലോ, സെറ്റ്. അപ്പൊ എന്താണ് ഇപ്പൊ നമുക്കിപ്പോ ഒരു ഇതിന് കുഞ്ഞെടുക്കണം, ഇപ്പൊ എല്ലാ കുഞ്ഞും ഒരേപോലെ ഒരേ കുഞ്ഞാണ് വരും. സബ്ജ പുള്ളിയിൽ അപൂർവമേ വീഴുള്ളൂ. അതല്ല ഞാൻ ചോദിക്കുന്നതല്ല, ഇപ്പൊ എല്ലാ കുഞ്ഞും ഒരേ സ്വഭാവമായിരിക്കും, അതോ വ്യത്യസ്തമായിരിക്കും? ഇല്ലല്ലേ, ഒരേ സ്വഭാവമാണ് ഈ ജോഡികളിൽ അങ്ങനെ വരുന്നുണ്ട് അല്ലേ. ഫുഡൊക്കെ എന്താ കൊടുക്കുക? തീറ്റയൊക്കെ കമ്പ്, കോള, ഗോതമ്പ്, ചോളം, അത് മാത്രമേ കൊടുക്കുള്ളൂ. കുട്ടികൾക്ക് മാത്രം സ്റ്റാർട്ടർ വെക്കും. ജോഡി ഉടയേണ്ടാവേണ്ടാണ് വെക്കുന്നത്, സ്റ്റാർട്ടർ വെക്കുന്നത്. സ്റ്റാർട്ടറും കോറയും കൂടി മിക്സ് ചെയ്യും. അത് ഒരുപാട് ആൾക്കാർ വെക്കുന്നുണ്ട്. കുഞ്ചു വലുതായി കഴിഞ്ഞ് കൈത്തീറ്റ കൊടുക്കാൻ തുടങ്ങിയിട്ട് പറഞ്ഞു പിന്നെ ആ സ്റ്റാർട്ടർ ഒഴിവാക്കും. കൈത്തീറ്റ കടല കൊടുക്കുക? കടല ഒരു 150-100 കടല തുരുവും 100 കടല നേരെ തുരുവും. എത്ര വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക്? അതൊരു നമുക്ക് കൈത്തീറ്റ കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആദ്യം ഒരു 25 മണി കൊടുക്കും, 25 കൊടുക്കും. പിറ്റേ ദിവസം വെച്ചിട്ടുണ്ട് കൂട്ടും 100 എണ്ണം കൊടുക്കും. പ്രാവ് കിടന്നവിടുന്ന് എണിക്കില്ല കുഞ്ഞ്. 15 ദിവസം വരെ കൊടുക്കും. അത് കഴിഞ്ഞ് ഒഴിവാക്കും. പിന്നെ തന്നെ കൊത്തിയെടുത്ത് പിന്നെ അതേമാതിരി പാത്രം വെക്കും, ഇതിലിട്ട് കൊടുക്കും, വെള്ളവും വെക്കും, കുറച്ച് തീറ്റയും വെച്ച് കൊടുക്കും. കൊത്തി തിന്നുകയാണെങ്കിൽ കൊത്തി തിന്നുന്ന പ്രാവുകൾക്ക് കൈത്തീറ്റ കൊടുക്കില്ല. അങ്ങനെയാണ്. നമ്മളിങ്ങനെ സംസാരത്തിനിടയിൽ പ്രാവുകളെക്കാൾ ഇങ്ങനെ തുറന്നു. ഈ റൂം എത്രയുണ്ട്? 10ക്ക് 10? 20 12 12 വീതിയിലെ 20 വീതി 20 അടി നീളം. അത്യാവശ്യം നല്ല ഒരു 100-150 പ്രാവിനൊക്കെ സുഖമായിട്ട് കൂടും. ഒരുപാട് പ്രാവുകൾക്കൊക്കെ നിക്കാം. അപ്പൊ മഴ ഇങ്ങനെ ഇത്ര വലിയ പുറത്തു വിടില്ല. മഴ പെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, മഴക്കാറുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ തന്നെ തീറ്റ കൊടുക്കും, ലൈറ്റ് ഇട്ട് വെക്കും. ഈ ഷെഡ് ഉണ്ടാക്കി എത്ര രൂപയായി? ഇത് 45,000 രൂപയായി. 45,000 രൂപ സീറ്റ് മാത്രം കെട്ട് പറയും. മൊത്തം എത്രയായി? 1 ലക്ഷമായ? 1 ലക്ഷം രൂപയായി. കറക്റ്റ്. റൂം എടുക്കുകയാണെങ്കിൽ അതിന് മേലേക്ക് കയറി പോകും. ഇവിടെ ഞാൻ വന്നിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം, ഇപ്പൊ ഇങ്ങനെ വാർപ്പിന്റെ മേലെയൊക്കെ കൂടൊക്കെ വയ്ക്കുന്ന സമയത്ത് ചില പ്രാവുകൾക്ക് ഇങ്ങനെ ബസൂരിയുടെ പ്രശ്നം, അങ്ങനെ കണ്ണ് സൂക്കേട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഈ ലോഫ്റ്റില് അങ്ങനത്തെ പ്രശ്നങ്ങളേ ഇല്ല ഒരു പ്രാവിനും. മരുന്ന് എന്താ ഉപയോഗിക്കുന്നത്? ഒന്നുമില്ല. എന്നാലും ചെറിയ എന്തെങ്കിലുമൊക്കെ വരില്ലേ? വിരക്കുള്ള മരുന്ന് മാത്രം കൊടുക്കും, ഫോമർ മാത്രം കൊടുക്കും. വിരക്കുള്ളത് കണ്ണാസുഖം ഉണ്ടെങ്കിൽ മാത്രം വന്നു കഴിഞ്ഞാൽ ഒറ്റ കൊടുക്കും. വേറെ ഒരു ഗുളിക കൊടുത്തിട്ടില്ല. പ്രാവുകൾക്ക് ഏതുമില്ല. ഇന്നേ വരെ ക്ലൈമറ്റ് ചേഞ്ചിൽ എന്തെങ്കിലും ഒന്നുമില്ല, അസുഖങ്ങൾ വരാറില്ല. ഒന്നും എന്റെ വീട്ടിൽ ഇന്നേ വരെ അസുഖം വന്നിട്ടില്ല. ഫസ്റ്റ് വാങ്ങിക്കൊണ്ട് വന്ന സമയത്ത് മാത്രം കുറച്ച് പോയിട്ടായിരുന്നു. പിന്നെ കംപ്ലീറ്റും സന്തോഷത്തെയാണ്. അപ്പൊ ഇതൊക്കെ നമ്മളെ ഉള്ളെന്ന് കണ്ട പ്രാവുകള്. പക്ഷെ ഇവിടെ വന്നിട്ട് എന്തൊരു നഷ്ടം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മെയിൽ പ്രാവുകളുടെ തന്നെ ഫീമെയിലിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ജോഡി പിരിച്ചിട്ട് അത്യാവശ്യം കുഞ്ഞിലെടുത്തുകൊണ്ട് പിരിച്ചാണ്. അവരൊക്കെ അതിനകത്താണ് ഫീമെയിലുകളൊക്കെ ഉള്ളത്. പിന്നെ അവിടെ കുറച്ച് പ്രാവുകളൊക്കെ പറക്കണ്ടല്ലോ? പറക്കണ്ടല്ലേ? അപ്പുറത്ത് കൂടുകളൊക്കെ ഉണ്ട്. 10-23 കൂടുണ്ട് ഇവിടെ. ഈ പരിസരത്ത് തന്നെ 23 ഉണ്ട്. എന്റെ ഈ വീട്ടിന്റെ മുന്നിൽ തന്നെയാണ് ഏട്ടനും അനിയനും വളർത്തുന്നുണ്ട്. ബൈജു ഉണ്ട്, പബു വളർത്തുന്നുണ്ട്, നന്ദു ഉണ്ട്. അപ്പുറത്തൊരു കൂടുണ്ട്. 4 കൂട്. ഞങ്ങൾ ഈ 5 കൂടുണ്ട് ഇവിടെ ഉണ്ട്. എന്റെ വീടിന്റെ അവിടെ നിന്ന് ഒരു 100 മീറ്റർ മാറി കഴിഞ്ഞാൽ പിന്നെയും കൂടുണ്ട്. ഒരു 150 മീറ്റർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൂടുണ്ട്. ഈ പരിസരത്ത് തന്നെ 28 പ്രാവും കൂടുണ്ട്. അതിന്ന് വിജയിച്ചു വരണം ഉറപ്പിച്ചിട്ട്. അപ്പൊ കൊറേ ആക്കിയിട്ട് കൊറേ ഫിൽട്ടർ ചെയ്തിട്ടുണ്ടല്ലോ പ്രാവുകളെ. അപ്പൊ അടിപൊളി മാക്സിമം നമ്മൾ ഈ കുറച്ച് അല്ല ഇത്രയും കൂടുണ്ടാകുമ്പോ നമുക്ക് കുറച്ച് നല്ല മെമ്മറി പവർ ജോഡി ഇട്ടിട്ടാണ് കുഞ്ചു എടുക്കുന്നത്. ഇപ്പൊ മെലിഞ്ഞാന്ന് ഞാൻ പറഞ്ഞു 2.5 കല്യ 3.5 കല്യ കുഞ്ചു പോയി വന്നതാണ്. 6:30 വന്ന 5:45 വന്ന് ഇറങ്ങി. ഇത്രയും കൂടിന്റെ അടിയിൽ വന്നിട്ട് ഇറങ്ങി. പ്രാവ് ഇറങ്ങണില്ല. 4 പ്രാവിന് തുറന്നു വിട്ടപ്പോ ഇറങ്ങിയില്ല. ഞാൻ ആ തീറ്റ പാത്രം വെച്ചു കൊടുത്തു. പ്രാവിന് തുറന്നു വിട്ടപ്പോ ഞാൻ ചെയ്തു. തടാന്ന് വന്ന് ഇറങ്ങി. ആ ചവിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഇറങ്ങി ആടിലിരിക്കില്ല. എവിടെയാണോ ആ ഒരു ജോഡി പറഞ്ഞില്ല, ആ 3.5 കല്ലി പറഞ്ഞ പ്രാവ്, അത് എവിടെയാണോ നിലത്താണ് ഇറങ്ങി പറഞ്ഞാൽ അതിന്റെ ആയുഷ്കാലം മുഴുവൻ നിലത്ത് തന്നെയാണ്. സീറ്റിലിരിക്കില്ല, ടെൻഷനില്ല, നിലത്തായിരിക്കുള്ളൂ. ഒരു 2 റൗണ്ട് അടിച്ചു കൂടുന്ന നിലത്ത് വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു 3-4 റൗണ്ട് അടിച്ച് നിലത്തിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 4.5 കല്ലി 5 കല്ലി ആയിരം കൊണ്ടാണ് എടുത്ത് വിട്ടത്. 12 മണിക്ക് കടയിൽ നിന്ന് വന്നപ്പോൾ എടുത്ത് വിട്ടു. സീറ്റിലിരുന്നുകൊണ്ട് ഒരു കൊട്ടുകൊട്ടി ശ്രമിച്ച് പറന്നു. 1 മണിക്കൂർ നോക്കിയിട്ട് കാണാനില്ല. പോയി കിടന്നുറങ്ങി. 3 മണിക്കൂറിന് കടയ്ക്ക് പോയി. 4:30 മണിയാകുമ്പോൾ വന്നപ്പോൾ പ്രാവ് വന്നു പോയി. ലാൻഡിൽ കിട്ടുന്നില്ല. 2 പ്രാവുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പ്രാവ് ഇറങ്ങുന്നുള്ളതിനെ പോയി തന്നെ വിചാരിച്ചു. ആരെ കൂടെ പറയാനിട്ട് കാര്യമൊന്നുമില്ല. വന്നു പ്രാവ് പറവിയിൽ കാണുന്നുണ്ട്. ലോങ് പോയിട്ട് വരുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പ്രാവ് വരുന്നുണ്ട്. അടുത്ത പ്രാവ് വരുന്ന സമയത്ത് കൂടും പ്രാവ് തുറന്നു വിട്ടു. ലാൻഡ് ചെയ്ത് നോക്കി എത്ര വന്ന് നിലത്തിറങ്ങിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രാവ് കാണാനില്ല. നിലത്തിറങ്ങി പക്ഷെ പ്രാവ് കൂട്ടുള്ളിൽ കയറി നിൽക്കാറുണ്ട്. അപ്പൊ ഏകദേശം ഇപ്പൊ 5:45 ഇനിയിപ്പോ നോമ്പും കാര്യങ്ങളൊക്കെ ഇറക്കേണ്ട സമയമായിരിക്കണം. അത് അകത്ത് കയറിയിട്ടുണ്ട്.
ഇത് അടച്ചോളൂ. ഇതൊക്കെയാണ് പ്രാവ്. ഞാൻ ഫീമെയിലുകളെ ഒന്നും കൂടി അടുത്തുനിന്ന് കാണിക്കും. ഈ മെയിലുകൾ നിങ്ങൾ കാണുമ്പോ ചില പ്രാവുകളൊന്നും അധികം മസ്തൊന്നുമില്ല. ഇത് അധികം പിരിച്ചിട്ടിട്ട് കുറെ ആയിട്ടില്ല തോന്നുന്നുണ്ട് അല്ലേ? വലിയ മസ്തൊന്നും കാണിക്കില്ല ഫീമെയിലുകൾ ഏതും. ഇതാണ് ഫീമെയിലുകൾ. അത്യാവശ്യം പറന്ന് കളിക്കാൻ പറ്റിയ ഷെഡ്. ഇങ്ങനെ തന്നെ പറന്നാൽ തന്നെ കുഞ്ഞുങ്ങളുടെ റെക്കയൊക്കെ നല്ല തരിപ്പൊക്കെ മാറും. അങ്ങനെ ഇന്നത്തെ ഒരു വൈകുന്നേരം ഈ പ്രാവുകളുമായി കുറച്ചു നേരം ചെലവഴിച്ചു. ഈ പ്രാവുകളെയെല്ലാം ഇങ്ങനെ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അത് കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയാണെങ്കിൽ എനിക്കുകൂടെ അത് മനസ്സിലാക്കാമായിരുന്നു. പ്രാവുകളുമായുള്ള എക്സ്പീരിയൻസ് പല പറവക്കാർക്കും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും കണ്ടത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ പോരാക്കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാനത് നികത്തി ക്ലിയറായിട്ട് തരാമായിരുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതായത് മറ്റൊരു ലോഫ്റ്റിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.